പ്രിയപ്പെട്ടവരെ, ലോകമെമ്പാടുമുള്ള മലയാളികൾ നന്ദിയോടെ ആദരവോടെ സ്മരിക്കേണ്ട രണ്ട് പേരുകളെക്കുറിച്ചാണ് പറയാനുള്ളത്. ഒന്ന്, പെഹൽഗാമിൽ നമുക്ക് നഷ്ടപ്പെട്ട രാമചന്ദ്ര മേനോൻ. രണ്ട്, അദ്ദേഹത്തിൻ്റെ മകൾ ആരതി ആർ മേനോൻ. ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ വാർത്തകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ വാർത്താ ചാനലുകൾ, യൂട്യൂബിൽ വാർത്താ ചാനലുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വല്ലാതെ ഒരു ഭയം മനസ്സിനെ ഇങ്ങനെ പിടിച്ചുലയ്ക്കുന്നുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, വാർത്തകൾ ഭയപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ ആ വാർത്തകൾക്ക് താഴെ വന്നുകൊണ്ടിരുന്ന കമൻറ്റുകൾ വല്ലാതെ ആശങ്കപ്പെടുത്തി. അതിൽ കൂടുതലും ഭീകരവാദത്തിന് മതമില്ല എന്ന് ആരാണ് പറഞ്ഞത്, ഭീകരവാദത്തിന് മതമുണ്ടെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയല്ലേ എന്ന നിലയിലുള്ള കമൻറ്റുകൾ. അതായത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരാണ് തീവ്രവാദികൾ, ഭീകരവാദികൾ, അവരാണ് രാജ്യത്തിനെതിരായി യുദ്ധം നയിക്കുന്നത് എന്നൊക്കെയുള്ള തരത്തിലുള്ള വ്യാപകമായി പല ചാനലുകൾ മാറി മാറി കാണുമ്പോഴും അതിലൊക്കെ ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ നമ്മൾ നിലവിൽ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഒരാളെന്ന നിലയിൽ നമുക്കതിൽ എന്തെങ്കിലും പ്രത്യേകമായ അപ്ഡേറ്റുകൾ നൽകാനോ ഒന്നുമില്ല. വിശകലനം സ്വാഭാവികമായും നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു വിശകലനത്തിൽ പോലും നമുക്കാകെ പറയാൻ പറ്റുന്നത് നമ്മുടെ രാജ്യത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ഒരു വൈകാരിക പ്രതികരണം മാത്രമാണ് അതിൽ നടത്താൻ കഴിയുക. അതിനുമപ്പുറത്ത് ഇത്തരം കമൻറ്റുകളും വല്ലാതെ നമ്മുടെ നാട്ടിൽ ഉരുണ്ടുകൂടിയ വല്ലാത്തൊരു സാഹചര്യവും കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മൾ പറയുന്നതിൽ ഏതെങ്കിലും ഒരു ചെറിയ പിഴവെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് വല്ലാതെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യപ്പെടുന്ന, വല്ലാതെ ദുർവ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് എന്ന് ഈ വാർത്തകൾ, ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കാണുമ്പോഴൊക്കെ തന്നെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ അതിലേക്ക് പിന്നെ കൂടുതലായിട്ട് നമ്മൾ പോയില്ല. നമുക്ക് കൂടുതൽ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പറയുന്നത് ശരിയല്ല എന്നും കരുതി. പക്ഷേ അങ്ങനെ ഒരു ഘട്ടത്തിൽ പോലും സ്വന്തം അച്ഛൻ സ്വന്തം കൺമുന്നിൽ വെച്ച് വെടിയേറ്റ് മരിച്ച ഒരു മകൾ, ആ മകളുടെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാൻ പറ്റും. അതും ആ ആക്രമണം നടക്കുന്ന സമയത്ത് 2 കുട്ടികൾ, 8 വയസ്സ് മാത്രം പ്രായമുള്ള 2 കുട്ടികൾ, ഇരട്ട കുട്ടികൾ ആ സ്ത്രീക്കൊപ്പമുണ്ട്, ഈ ആരതി ആർ നായർക്കൊപ്പമുണ്ട്. ഹൃദ്രോഗിയായ അമ്മ കാറിലിരിക്കുകയാണ്. എത്രയോ കിലോമീറ്ററുകൾ അവർ ജീവരക്ഷാർത്ഥം കുഞ്ഞുങ്ങളെയും കൊണ്ട് ഓടുന്നുണ്ട്. ചിലപ്പോൾ കുഞ്ഞുങ്ങളെയും കൊന്നുകളഞ്ഞേനെന്നവർ പിന്നീട് വരുന്ന പ്രതികരണത്തിൽ അവർ പറയുന്നുണ്ട്. അച്ഛൻ്റെ നേർക്ക് ചൂണ്ടിയ തോക്ക് അച്ഛനെ വെടിവെച്ച ശേഷം തൻ്റെ തലയ്ക്ക് നേരെയും ചൂണ്ടുന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾ കിടന്ന് നിലവിളിക്കുന്നു. അതൊക്കെ കണ്ടിട്ടാണ്. കലിമ ചൊല്ലാൻ പറയുന്നു. കലിമ എന്ന് പറയുമ്പോൾ ഷഹാദത്ത് കലിമ. അത് ഈ മുസ്ലിങ്ങളുടെ അവരുടെ ഈ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഇസ്ലാമിലേക്ക് ഒരാൾ ചേർന്ന് കഴിഞ്ഞാൽ അവർ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മന്ത്രമാണ്. അപ്പോൾ അത് ചൊല്ലാൻ അറിയാത്തവരെ ഈ തീവ്രവാദികൾ അല്ലെങ്കിൽ ഭീകരവാദികൾ കൊന്നു എന്നുള്ള നിലയിലാണ്. അപ്പോൾ അതായത് മുസ്ലിങ്ങളല്ലാത്തവരെ തെരഞ്ഞു പിടിച്ചു കൊന്നു എന്ന നിലയിലുള്ള വാർത്തകളാണല്ലോ. അങ്ങനെ വല്ലാത്ത സംഭ്രമജനകമായ വാർത്തകളിലൂടെ ഒക്കെ നമ്മുടെ നാട്, കേരളം മാത്രമല്ല ലോകമെമ്പാടുമുള്ള മലയാളികൾ, നമ്മുടെ രാജ്യമൊക്കെ കടന്നു പോകുന്ന സമയത്താണ് ആരതി ആർ മേനോൻ എന്ന ആ പെൺകുട്ടി വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ അവർ പറഞ്ഞു, എനിക്ക് കശ്മീരിൽ നിന്ന് 2 സഹോദരങ്ങളെ കിട്ടിയെന്ന്. ഒരാളുടെ പേര് മുസാഫിർ എന്നും മറ്റേയാളുടെ പേര് സമീർ എന്നും ആണെന്ന്. അവരോട് അവസാനം എനിക്ക് വേണ്ടി രാപകലില്ലാതെ അവരെൻ്റെ കൂടെ നിന്നു. രാത്രി വെളുപ്പാങ്കാലത്ത് 3 മണിക്കൊക്കെ അവരെൻ്റെ കൂടെ മോർച്ചറിക്ക് മുൻപിൽ അവർ കാത്ത് നിന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ ഒരു ജ്യേഷ്ഠനെയും അനുജനെയും പോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞിട്ട് അവരവസാനം അവർ പറയുന്നുണ്ട്, ഈ സഹോദരങ്ങളെപ്പോലെയുള്ള ആ 2 മനുഷ്യരോട്, കാശ്മീരികളായ 2 ഡ്രൈവർമാരോട്, മുസാഫിറിനോടും സമീറിനോടും ഞാൻ പിരിയുന്ന സമയത്ത് പറഞ്ഞു, അള്ളാഹ് നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു അതടക്കമുള്ള കാര്യങ്ങൾ അവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയുമ്പോഴാണ് സത്യത്തിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹത്തിൽ കുറച്ചെങ്കിലും ഒരു അയവ്, അത്തരത്തിലുള്ള പല മനസ്സുകളിലും ഒരു അയവ് ഉണ്ടാകുന്നത്. മുൻപൊക്കെ നമുക്കറിയാം, കേരളത്തിൽ മലയാളികളുടെ ഒരു പ്രത്യേകത, കേരളത്തിൽ ഏതു തരത്തിലും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വേർതിരിവിനും വലിയ പ്രസക്തിയൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്കെന്തും ആരെക്കുറിച്ചും എന്തും പറയാവുന്ന, അല്ലെങ്കിൽ ഏതു തരത്തിലും വിമർശിക്കാവുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്തും പറയാവുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനൊന്നും അല്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ വല്ലാതെ, കേരളം പോലും, നമ്മൾ ഇന്ത്യയിൽ തന്നെ, നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും മതനിരപേക്ഷമായ ഒരു തുരുത്ത് എന്ന് നമ്മൾ കരുതുന്ന, നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ നാട് പോലും വല്ലാതെ ഇത്തരം വാർത്തകളുമായി ബന്ധപ്പെട്ട് വല്ലാതെ വിഭജിക്കപ്പെടുന്ന, വല്ലാതെ സാമുദായികമായോ അല്ലെങ്കിൽ മതപരമായോ ഒക്കെ വേർതിരിവുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വല്ലാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ആ പെൺകുട്ടിയുടെ വാക്കുകൾക്ക് വല്ലാത്ത പ്രസക്തി ഉണ്ടെന്ന്, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ വാക്കുകൾ അത്രയേറെ ഒരു സമൂഹത്തിൻ്റെ
മനസ്സാക്ഷിയെ അല്ലെങ്കിൽ മനസ്സിനെ തൊട്ടു എന്ന് പറയേണ്ടി വരുന്നത്. സത്യത്തിൽ അവിടെ ആരതി എന്ന പെൺകുട്ടി ലോകമെമ്പാടുമുള്ള മലയാളികൾ ചെയ്ത നന്മയുടെ പ്രതീകം എന്നൊക്കെ പറയാവുന്ന പോലെ അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെയോ നന്മയുടെയോ കരുണയുടെയോ ഒക്കെ ഒരു പ്രതീകമായി മാറുകയായിരുന്നു ആ വാക്കുകൾ പറഞ്ഞതിലൂടെ ആരതി മേനോൻ എന്ന പെൺകുട്ടി. അതിനുശേഷം ആ പെൺകുട്ടിയുടെ സംഭാഷണം അല്ലെങ്കിൽ അവർ വളരെ സമചിത്തതയോടെ കാര്യങ്ങൾ ചാനലുകൾക്ക് മുമ്പിലൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. നാട്ടിലെത്തിയ ശേഷം അതിനെക്കുറിച്ചായി പിന്നെ വിചാരണ. ആ പെൺകുട്ടി വിചാരണ ചെയ്യപ്പെടുകയാണ്. ആ പെൺകുട്ടി വിചാരണ ചെയ്യപ്പെടാനുള്ള ഒരേ ഒരു കാരണം ആയി എനിക്ക് മനസ്സിലാകുന്നത് ഇത്തരത്തിലുള്ള ഈ മുസാഫിറും സമീറും എന്ന 2 പേരുകൾ അവർ പറഞ്ഞതും അവരെ അള്ള രക്ഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞതുമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നത്. അവര് നടത്തുന്ന പ്രതികരണത്തിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ കമന്റുകൾ എഴുതുന്നവരെ പ്രകോപിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല. അവർ പറയണം ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും ഭീകരവാദികളാണ്, തീവ്രവാദികളാണ്. തീവ്രവാദം എന്നാൽ പാകിസ്ഥാനാണ്, പാകിസ്ഥാൻ എന്നാൽ മുസ്ലിങ്ങളാണ്. അപ്പോൾ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്ന് അവർ പറഞ്ഞിരുന്നെങ്കിൽ ഈ പറയപ്പെടുന്നവരെല്ലാം കൂടി ആ സ്ത്രീയെ വാഴ്ത്തിപ്പാടിയേനെ, ആ പെൺകുട്ടിയെ വാഴ്ത്തിപ്പാടിയേനെ. അവർ ഒരു ദുബായിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണെന്നാണ്, കുടുംബസമേതം അവിടെ താമസിക്കുന്ന ഒരു സ്ത്രീയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഈ ലോകം കണ്ടതിൻ്റെ കുറച്ച് പരിചയവും യാത്രകൾ ചെയ്തതിൻ്റെ ഒരു നന്മയും കരുത്തുമൊക്കെ അവരുടെ മനസ്സിലുണ്ട്. അവരെ നന്ദിയോടെ സ്മരിക്കുമ്പോൾ തന്നെ നമ്മൾ നന്ദിയോടെ സ്നേഹത്തോടെ നമ്മൾ ആദരവോടെ സ്മരിക്കേണ്ടി വരും ഈ രാമചന്ദ്ര മേനോനെ. കാരണം ഈ പെൺകുട്ടിയെ 65 വയസ്സിൽ തനിക്ക് ജീവൻ നഷ്ടപ്പെട്ടു പോകുമ്പോഴും രാജ്യത്തിൻ്റെ ശത്രുക്കളുടെ വെടിയേറ്റ് രക്തസാക്ഷിത്വം വരിക്കേണ്ടി വരുമ്പോഴും അദ്ദേഹം ബാക്കി വെച്ചു പോയത് ഏക മകൾ, ഒരു മകൾ മതിയല്ലോ, എന്തിനധികം ഏക മകൾ. അങ്ങനെ ആരതിയാർ മേനോൻ എന്നൊരു പെൺകുട്ടിയെ അദ്ദേഹം പഠിപ്പിച്ച് വളർത്തി ലോകത്തെ തുറന്ന കണ്ണുകൊണ്ട് കാണാനും തുറന്ന മനസ്സുകൊണ്ട് സമീപിക്കാനും ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണാനും ആ മനുഷ്യൻ തൻ്റെ മകളെ പഠിപ്പിച്ചു എന്നത് നമുക്കൊന്നും വിസ്മരിക്കാനാകുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആ മനുഷ്യനെ ഓർത്ത് നമ്മളൊക്കെ അഭിമാനിക്കണം. കേരളത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്ന എന്തൊക്കെയോ ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ പലരെയും സംബന്ധിച്ച് ഇപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മൾ ഉണ്ടാകേണ്ട ഒരു ഇടമാണോ എന്ന് പോലും പലപ്പോഴും നമ്മുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ നടക്കുന്ന ചർച്ചകളിൽ പോലും ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. ഇവിടെയൊക്കെ നമ്മളിവിടെ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാകേണ്ട ഒരു നാട് ഇത് തന്നെയാണോ എന്നൊക്കെ സംശയം തോന്നിപ്പോകുന്ന തരത്തിലുള്ള വിലയിരുത്തലുകളും കുത്തുവാക്കുകളും അർത്ഥം വെച്ചുള്ള സംസാരവും ഒക്കെ നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് പോലും നമുക്ക് കേൾക്കേണ്ടി വരുന്നൊരു കാലഘട്ടത്തിലാണ് മനുഷ്യരെ മനുഷ്യരായി കണ്ടുകൊണ്ട് അവരുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് അവരെ ദൈവം രക്ഷിക്കട്ടെ അല്ലെങ്കിൽ അവരെ അള്ള രക്ഷിക്കട്ടെ എന്ന് ഒരു പെൺകുട്ടി പറയുമ്പോൾ അത് ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി വന്ന വലിയ ഒരു മുറിവിന് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ ഉണ്ടായി വന്നുകൊണ്ടിരുന്ന വലിയ ഡിവൈഡിന്, വലിയ വിഭജനത്തിൻ്റെ അന്തരീക്ഷത്തിന് അത് വല്ലാതെ സാന്ത്വനം പകർന്നു. അത് വല്ലാതെ നമ്മുടെ മനസ്സുകളെ തൊട്ടു, നമ്മുടെ മനസ്സാക്ഷികളെ തൊട്ടു. അതെ, അപ്പോൾ നമുക്ക് അഭിമാനത്തോടെ പറയാം, നമ്മുടെ നാട്ടിൽ നമ്മുടെ മലയാളികൾക്ക് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല, അങ്ങനെ മനുഷ്യർക്കെല്ലാം അഭിമാനിക്കാൻ വക നൽകുന്ന തരത്തിലുള്ള നല്ല മനുഷ്യർ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് അങ്ങനെ ആശ്വസിക്കാം. നമ്മുടെയൊക്കെ ഒരു ലൈഫ് സ്പാനിൽ, ഒരു ചെറിയ ജീവിത കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഏറ്റവും വാല്യൂ ഉള്ള, ഏറ്റവും ഔചിത്യമുള്ള, ഏറ്റവും സൗന്ദര്യമുള്ള ഒരു പ്രതികരണമായി തന്നെ ആരതിയാർ നായരുടെ ആ വാക്കുകൾ, ആ പെൺകുട്ടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനം മാത്രമാണ്. അതിലേറെ ആ അച്ഛനെക്കുറിച്ച്, രാമചന്ദ്ര മേനോൻ എന്ന അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ അതിലേറെ അഭിമാനം തോന്നുകയാണ് പ്രിയപ്പെട്ടവരെ.